ഹലോ ഗായ്സ്, മോളിവുഡ് ടൈംസ് മൂവി കണ്ടു. അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായക് ഡയറക്ട് ചെയ്ത മൂവിയാണ്. നെസ്ലിൻ നായകനായ സിനിമയാണ്. ആക്ച്വലി നെസ്ലിന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അതായത് ഈ സിനിമ ഇറങ്ങും മുൻപ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതിനകത്തുള്ള ക്യാരക്ടർ നെസ്ലിനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുത്താൽ പോകുന്ന ഒരു ക്യാരക്ടർ ആണോ എന്ന്. കാരണം അത്രയും കാലമുള്ള സേഫ് സോൺ സംഭവത്തെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ മൂവിയിൽ നെസ്ലിൻ വന്നിട്ടുള്ളത്. പക്ഷെ സിനിമ കണ്ടപ്പം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നെസ്ലിൻ വളരെ മനോഹരമായി, അസാധ്യമായിട്ട്, വളരെ വളരെ മെച്ചുവേർഡ് ആയിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെസ്ലിന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഈ പറയുന്ന അഭിനവിന്റെ ആദ്യ മൂവി ആയിട്ടുള്ള അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി, ആ സിനിമ കണ്ടവർക്കേ അറിയാൻ പറ്റും. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് സംഭവമായിരുന്നു അതിനകത്ത് വന്നിട്ടുള്ളത്. മേക്കിംഗ് ആണെങ്കിലൊക്കെ വളരെ യുണീക്ക് ആയിരുന്നു. ആ യുണീക്നെസ് തന്നെയാണ് ഇതിനകത്തും വന്നിട്ടുള്ളത്. മുകുന്ദൻ ഉണ്ണിയുടെ ആ സെയിം പാറ്റേണിലാണ് ഇവിടെയും കഥ പറഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പൊ മുകുന്ദൻ ഉണ്ണി എന്തായിരുന്നു, വളരെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള സ്വാർത്ഥനായിട്ടുള്ള ഒരു നായകൻ. അയാളുടെ പെർസ്പെക്റ്റീവിൽ അയാളുടെ മൈൻഡ് വോയിസ് ഒക്കെ വെച്ചിട്ട് കഥ പറഞ്ഞു പോവുകയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും വളരെ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു നായക കഥാപാത്രം. വിനീത് മാധവൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. നെസ്ലിൻ ചെയ്യുന്ന ക്യാരക്ടർ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ട് സിനിമാ സംവിധായകനാവാൻ സ്വപ്നം കാണുന്ന, മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ ഫിലിം എടുക്കണമെന്ന് സ്വപ്നം കാണുന്ന, അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് വരുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിന്റെ മൈൻഡ് വോയിസ് വെച്ചിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതിനകത്ത് അയാളുടെ ശരികളും അയാളുടെ ന്യായീകരണങ്ങളും അയാളുടെ ചിന്തകളൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ആ ഒരു ചിന്തയും ന്യായീകരണമൊന്നും ഓക്കെ ആവണമെന്നില്ല, പക്ഷെ ആ ക്യാരക്ടർ എന്താണോ അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എമ്പതി കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, ധാർമ്മിക ഉത്തരവാദിത്തങ്ങളില്ല. നായകൻ അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അയാളുടെ ജീവിതത്തെ, പദ്ധതികളൊക്കെ എങ്ങനെ മാറ്റിമറിക്കുന്നു. ഇപ്പൊ മുകുന്ദനുണ്ണി സിനിമയിൽ കർമ്മ സംഭവത്തെ പരിഹസിക്കുന്ന, അതിനെ ട്രോൾ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നല്ലോ. അപ്പൊ ഇതിനകത്ത് മാനിഫെസ്റ്റേഷൻ പോലുള്ള കുറെ സംഭവങ്ങളൊക്കെ എടുത്തു കൊണ്ടുവരുന്നു. അയാൾ ജീവിതത്തിൽ അയാളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, അയാളുടെ പദ്ധതികൾ മാറുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഡാർക്ക് ഹ്യൂമർ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മുകുന്ദനുണ്ണി സിനിമയിൽ അങ്ങനെയായിരുന്നു. ഈ മരണം, അപകടം പോലുള്ള സംഭവങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കുന്ന വിഷയങ്ങളാണ്. അതിനെയൊക്കെ ഡാർക്ക് ഹ്യൂമർ വെച്ചിട്ടാണ് സിനിമ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന നായിക കഥാപാത്രം ആന്റി ഹീറോ സംഭവമാണ്. ആ ആന്റി ഹീറോ ആണെങ്കിൽ നെസ്ലിൻ ഇതിനകത്ത് എടുത്തു പറയേണ്ട സംഭവമാണ്. അത് പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ നെസ്ലിന്റെ നല്ല വശങ്ങൾ മാത്രം കാണുമ്പോൾ ഇവിടെ ആന്റി ഹീറോ സംഭവം രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന വിനീത് മാധവന്റെ സിനിമാ സ്വപ്നം എന്ന് പറയുന്ന സംഭവം എനിക്ക് പേഴ്സണലി കുറേ അധികം കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. അതായത് ചെറുപ്പം തൊട്ട് സിനിമ സ്വപ്നം കാണുന്നു, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നു, അതിനുവേണ്ടി കുറെ പ്രയത്നിക്കുന്നു. അങ്ങനെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് എന്റെയൊക്കെ ലൈഫിൽ ഞാൻ ഓരോ സ്റ്റേജിലും അനുഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ചെറുപ്പത്തിൽ സിനിമ കാണുന്നു, തിയേറ്ററിനകത്തിരുന്ന് സിനിമ കാണുന്ന സമയത്ത് ആ സിനിമ എന്ന് പറയുന്ന സംഭവം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ആ ഒരു മാസ്മരികമായിട്ടുള്ള ലോകത്തേക്ക് നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഈ സ്റ്റേജൊക്കെ എന്റെ ലൈഫിൽ വന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി കുറേ അധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്, ഓരോ കാലഘട്ടം. ഇപ്പൊ 90s കിഡ്സിനൊക്കെ പ്രത്യേകം, ഇപ്പൊ 80കളിൽ ജനിച്ച ആൾക്കാർക്കാണെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ DVD, CD കടകൾ, കാസറ്റ് കടകൾ, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടെക്നോളജി കൂട്ടുന്ന ഫേസ്ബുക്കിലേക്ക് വരുന്ന മാറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള ഓരോരോ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. സിനിമയ്ക്ക് പുറകിലുള്ള പിന്നാമ്പുറ കഥകൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഉദയനാണ് താരം പോലുള്ള സിനിമകളൊക്കെ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ ഇത് അങ്ങനെയല്ല. സിനിമയ്ക്ക് പുറകിലുള്ള പിന്നാമ്പുറത്തുള്ള ചതികളും നമ്മൾ കാണുന്ന ചില ചിരിച്ച മുഖങ്ങൾക്ക് പുറകിലുള്ള വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ മുകുന്ദനുണ്ണി സിനിമയായിട്ട് എനിക്ക് ഇതിനകത്ത് ഉള്ളൊരു വലിയ വ്യത്യാസം തോന്നിയത് എന്താന്ന് വെച്ചാൽ, മുകുന്ദനുണ്ണി സിനിമയിലെ വിനീത് ശ്രീനിവാസന്റെ മുകുന്ദനുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രമാണ് എമ്പതി ഇല്ലാണ്ട് വളരെ ക്രൂക്കഡ് ആയിട്ട് ലക്ഷ്യത്തിന് വേണ്ടി, ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി അയാളുടെ ശരികളിലൂടെ മാത്രം ജീവിക്കുന്ന ക്യാരക്ടർ ആയിട്ടുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നെസ്ലിന്റെ ക്യാരക്ടർ, സംഗീത പ്രതാപിന്റെ ക്യാരക്ടർ, അതുപോലെ ഷർഫുദ്ദീന്റെ ക്യാരക്ടർ ആണെങ്കിലും വിനീത് ശ്രീനിവാസന്റെ നിർമ്മാതാവായിട്ടുള്ള ക്യാരക്ടർ, അപ്പുണ്ണി ചെയ്തിട്ടുള്ള നിർമ്മാതാവായിട്ടുള്ള ക്യാരക്ടർ, ഇവരൊക്കെ ഒരേപോലെയാണ്. ഇവരെല്ലാം തന്നെ ഈ പറയുന്ന സ്വഭാവ സവിശേഷതയുള്ള ആൾക്കാരാണ്. അവർക്ക് അവരുടെ ശരികൾ മാത്രമാണ്, അവരുടെ ലക്ഷ്യങ്ങൾ മാത്രമാണ്, അതിനുവേണ്ടി ഏതറ്റം വരേക്കും പോകും. അപ്പൊ ഇതിൽ ആരാണ് അന്തിമമായിട്ട് വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് പിന്നെ നമുക്ക് കണ്ടറിയാനുള്ള സംഭവം. അപ്പൊ അത്രയും ക്യാരക്ടേഴ്സ്, ഒരേ മൈൻഡ് സെറ്റിൽ പോകുന്ന കുറെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് വളരെ ബ്രില്യന്റ് ആയിട്ട് സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രേമലു വൈബ് സംഭവം ഒന്നും അല്ല അതിനകത്ത്. നെസ്ലിൻ, സംഗീത പ്രതാപ് ഇവർ വരുന്ന സമയത്ത്, സാധാരണ ഇവർ വരുന്ന സമയത്തൊക്കെ ആ ഒരു വൈബാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. നേരെ മറിച്ച് ഇതിനകത്ത് വളരെ ക്രൂക്കഡായിട്ട്, വളരെ എതിർപക്ഷത്ത് നിൽക്കുന്ന രണ്ടാൾക്കാരായിട്ട് ആളുടെ ക്യാരക്ടറാണ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഷർഫുദ്ദീന്റെ ക്യാരക്ടർ വളരെ രസകരമായിട്ട്, വളരെ വളരെ ഭംഗിയായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലപോലെ ചെയ്തു.
അപ്പുണ്ണിയുടെ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയൊരു സംഭവമാണ്, പലർക്കും ഉള്ളൊരു തോന്നലാണ് ഈ ജാതി മതം എന്നൊന്നും പറയുന്നത് കലയുമായിട്ട് ബന്ധമില്ല, കലയെ അതിജീവിക്കുന്ന കാര്യങ്ങളാണ് ജാതി മതം എന്നുള്ള ഒരു ചിന്തയുണ്ട്. പ്രത്യേകിച്ച് സിനിമാ ലോകത്ത് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ജാതി സംവരണത്തിന് മലയാള സിനിമയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് എന്താന്നുള്ളത് ഈ മൂവി കൃത്യമായിട്ട് പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് പേഴ്സണലി എനിക്ക് ആ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ജെയ്ക്സ് ബിജോയ് ആണ് ഇതിനകത്ത് സംഗീതം ചെയ്തിട്ടുള്ളത്. കൊള്ളാം, നല്ല പോലെ ചെയ്തു. ഇപ്പൊ മുകുന്ദനുണ്ണി സിനിമയാണെങ്കിൽ പോലും നായകന്റെ ആ ഒരു മൈൻഡ് വോയിസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറയേണ്ട ഒരു സാധനമായിരുന്നു. നമുക്ക് ആ ട്രാക്കിലേക്ക് കയറാൻ ഈസി ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിനകത്തും ജെയ്ക്സ് ബിജോയുടെ റാപ്പ് സോങ് സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നായകൻ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള അയാളുടെ നരേഷനിൽ പോകുന്ന സംഭവമാണ്. ആ ട്രാക്കിലേക്ക് പോകുന്ന സമയത്ത് ഡാർക്ക് ഹ്യൂമറും സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനനുസരിച്ചാണ് ഈ പറയുന്ന മൈൻഡ് വോയിസിനൊക്കെ അനുസരിച്ച് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. മനോജ് നൈറ്റ് ശ്യാമളൻ എന്ന് പറയുന്ന ഡയറക്ടറെ കുറിച്ചും അദ്ദേഹം എടുത്ത സിനിമയെ കുറിച്ചും ആ സിനിമ എടുത്ത രീതി മറ്റൊരാളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള പല പല കാര്യങ്ങളും രസകരമായി തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഓരോ കാലഘട്ടത്തിലെ സിനിമകളെ കുറിച്ചും കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലുള്ള സിനിമകൾ ഇപ്പൊ 90s കിഡ്സിനൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അത് റീ റിലീസ് ചെയ്ത കാലത്തൊക്കെ ഞാനൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു കാലഘട്ടം സംഭവങ്ങളൊക്കെ ഭംഗിയായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. സോ എനിക്ക് സിനിമ പേഴ്സണലി എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് ഇഷ്ടമായിട്ടുണ്ട്. അതേസമയം തന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ രസകരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ സെക്കൻഡ് ഹാഫ് കഥയിലേക്ക് വരുന്ന സമയത്ത് അതിങ്ങനെ വലിച്ചു നീട്ടി കഥ പറഞ്ഞൊരു ഫീൽ വന്നിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞു പോയിട്ട് ഈ അവസാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറെ പെടാപ്പാട് പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ കൃത്യമായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം, എവിടെ കൊണ്ടെത്തിക്കണം. ഇപ്പൊ പല സിനിമകളിലും കാണുന്ന ഒരു പ്രശ്നമാണിത്. ഭംഗിയായിട്ട് കഥ പറഞ്ഞു പോകും, പിന്നെ എവിടെ കൊണ്ടെത്തിക്കണം എന്നറിയാത്തൊരവസ്ഥയിലേക്ക് എത്തുമല്ലോ, ആ സാധനം കാണിച്ചിട്ടുണ്ട്. പിന്നെ രാജേഷ് മാധവന്റെ ഒരു സിനിമാ നിരൂപകനായിട്ടുള്ള കഥാപാത്രമുണ്ട്, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ കാസ്റ്റിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു, രസകരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീത പ്രതാപിന്റെ ഒക്കെ ആണെങ്കിലും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ റോഷൻ ഷാനവാസിന്റെ ക്യാരക്ടർ കൊള്ളാം. പിന്നെ സിനിമയുടെ എഡിറ്ററായിട്ട് വന്നിട്ടുള്ളത് അഭിനവ് തന്നെയാണ്. പുള്ളിക്കാരൻ എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ അതേപോലെ തന്നെ നൈസായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ തീരെ മനസ്സിലാവാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ പല ഡയലോഗ്സ് ഇവിടെ പച്ചയ്ക്കാണ് പറയുന്നത്, പല തെറിപ്രയോഗങ്ങളും അശ്ലീലങ്ങളും ഒക്കെ പച്ചയ്ക്ക് ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ചില ഡയലോഗ്സിൽ മാത്രം ഇവിടെ മ്യൂട്ട് അടിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഈ പറയുന്ന അശ്ലീല പദങ്ങളും പച്ചത്തെറികളൊക്കെ മ്യൂട്ട് അടിക്കാണ്ട് തന്നെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന പല ഇംഗ്ലീഷ് വേർഡ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ മ്യൂട്ട് അടിച്ചിട്ടുണ്ട്. എന്താണ് ഇത് തമ്മിൽ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ രാമു സുനിലാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കാൻ പറ്റുന്ന രസകരമായിട്ടുള്ള സിനിമ തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ ആ ലാഗ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ രസകരമായിട്ട്, എന്നാലും കുഴപ്പമില്ല, ക്ലൈമാക്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ചൊക്കെ ലാഗ് സംഭവങ്ങൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയ രസകരമായ സിനിമ തന്നെയാണ് മോളിവുഡ് ടൈംസ്.